ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തു വിട്ടേക്കുന്ന കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ ആദ്യം കാണിക്കാൻ പോകുന്നത്. അതിനെ കൊഴുക്കട്ട എന്നാണോ പേര് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ചെറിയൊരു ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കരിവേപ്പില, ചെറിയുള്ളി ഒരു 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത്. ബേസിക്കലി നമ്മളൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ, അതാണിത്. ആ ഒരു സംഭവമാണ് വേണ്ടത് നമുക്ക് ഫില്ലിംഗ് ആയിട്ട്. അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, അരച്ചല്ല ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ഇതിനകത്ത് താളിക്കുന്ന സമയത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മളിത് ചമ്മന്തിയായിട്ടല്ലല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിതിനകത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. അതിന് പകരം കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളർ ആയിക്കോട്ടെ. അതുകൊണ്ട് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. പിന്നെ വറ്റൽമുളക് ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ആവി ലൈക്ക് സ്റ്റീം ചെയ്തെടുക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് വറ്റൽമുളക് എടുക്കാത്തത് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. ഇതാ ഇപ്പോൾ ഒന്ന് ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി വരുമ്പോൾ നമ്മുടെ ഈ തേങ്ങ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തേങ്ങ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും ഒന്ന് ചൂടാക്കി എടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയി കിട്ടിക്കോട്ടെ, കാരണം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി ഇരിക്കട്ടെ. ഇതുപോലെ ഒന്ന് ആയി കിട്ടിക്കോട്ടെ കേട്ടോ. ഞാൻ ഈ റെസിപ്പി ഉണ്ടല്ലോ എവിടുന്നാണ് കണ്ടെന്ന് വെച്ചാൽ, ഈ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച നമ്മളിവിടെ വീടിൻ്റെ തൊട്ടടുത്ത് KL58 കഫേ ഉണ്ട്. അപ്പോൾ അവിടെ ജിജേട്ടൻ ചായ കുടിക്കാൻ പോയ സമയത്ത് ഈ ഒരു സ്നാക്ക് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അത് എരിവാന്ന് പറഞ്ഞപ്പം ഒന്ന് കഴിച്ചു നോക്കിയതാണെന്ന്. എന്നിട്ട് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നായിരുന്നു. ഇപ്പം വീട്ടിൽ കൊണ്ടു തന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ തേങ്ങ ചമ്മന്തി തന്നെയാണ്, പക്ഷേ കൊഴുക്കട്ട ഒരു ഷേപ്പിൽ തേങ്ങ ചമ്മന്തി ഫില്ല് ചെയ്തിട്ടുള്ള ഒരു കൊഴുക്കട്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ, കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെയാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഓഫീസിലേക്ക് അത് തന്നെ കൊടുത്തു വിടാമെന്ന്. അപ്പോൾ ഞാൻ വറുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി അത്യാവശ്യം നല്ല ഡ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്ക് വേണ്ട മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അരിപ്പൊടി ഒന്ന് അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ അരിപ്പൊടി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അഥവാ പുഴുവെങ്ങാണ് വന്നിട്ടുണ്ടെങ്കിൽ കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്, ഒന്നും ആയിട്ടില്ല, നല്ല അരിപ്പൊടിയായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ചോയ്സിൻ്റെ പൊടി ആയതുകൊണ്ട് തന്നെ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പോവാണ്. നിങ്ങൾ സാധാരണ എങ്ങനെയാണ് കൊഴുക്കട്ടയ്ക്ക് കുഴക്കുന്നത് അതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, ഞാൻ ജസ്റ്റ് ചേർത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കൊഴുക്കട്ടയ്ക്ക് കുഴക്കുന്ന പോലെ തന്നെ മതി, ഒരുപാട് ലൂസൊന്നും അല്ല, സാധാരണ റെസിപ്പി തന്നെയാണിത്. പിന്നെ ഈ പൊടി ആയതുകൊണ്ട് ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി. മറ്റേ വേറെ അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുഴക്കേണ്ടി വരും. പിന്നെ ഈ പൊടി നമ്മുടെ നാട്ടിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് ഇവരുടെ നാട്ടിൽ, ജിജുവേട്ടൻ്റെ നാട്ടിൽ മാത്രമേ കിട്ടത്തുള്ളൂ. കണ്ണൂർ മാത്രമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല മലബാർ വേറെ എവിടെയെങ്കിലും കിട്ടുമോ, കോഴിക്കോടൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കണ്ണൂരിൽ കിട്ടാറുണ്ട്, എല്ലാ കടയിലും കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു 3 പാക്കറ്റൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് വരും. കാരണം ഇടിയപ്പമൊക്കെ എന്താ സോഫ്റ്റ് എന്നറിയും, ഈ പൊടിയിലുണ്ടാക്കുമ്പം ഭയങ്കര സോഫ്റ്റാണ്. എളുപ്പത്തിൽ കുഴച്ചെടുക്കാനും പറ്റും, പച്ചവെള്ളം മാത്രം മതി. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. ഇനി അടുത്തായിട്ട് നമുക്കിത് ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിന് മുന്നേ തന്നെ കുറച്ചൊന്ന് എണ്ണ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് പാത്രത്തിൽ. ഈ പ്ലേറ്റിലൊന്ന് എണ്ണ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്, കാരണം കോഴിക്കോട്ടെ അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബൗളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. സാധാരണ കൊഴുക്കട്ടയ്ക്ക് നമ്മൾ എങ്ങനെയാണോ കുഴക്കുന്നത് അതുപോലെ തന്നെ. പക്ഷേ തീരെ അങ്ങ് കനം കുറച്ച് വേണ്ട കേട്ടോ. കനം കുറച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മധുര കൊഴുക്കട്ട പോലല്ല, ഇതിപ്പം തേങ്ങയും എരിവും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഫില്ലിങ് കൂടുതലും മാവ് കുറഞ്ഞും തോന്നിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഈക്വലായിട്ട് ഇരുന്നോട്ടെ, മാവിന് അത്യാവശ്യം കനം ഉണ്ടായിക്കോട്ടെ. അത് കഴിഞ്ഞ് ഫില്ല് ചെയ്യുന്ന സമയത്തായാലും ഒരുപാട് തേങ്ങ അങ്ങ് കുത്തി നിറയ്ക്കേണ്ട, കുറച്ച് തേങ്ങ മതിയാവും. അത് കഴിഞ്ഞിട്ട് ഏത് ഷേപ്പിൽ വേണം. എനിക്ക് സാധാരണ റൗണ്ട് ഷേപ്പ് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരാറില്ല കേട്ടോ. ഞാനിങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടൊക്കെയാണ് ഒപ്പിച്ചെടുക്കാറ് റൗണ്ട് ഷേപ്പ്. ചിലപ്പോഴൊക്കെ ശരിയാകും. എന്നാൽ ഇതെനിക്ക് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ തേങ്ങ പുറത്ത് പോവുമോ, ഡ്രൈ ആണല്ലോ, ഇപ്പം തേങ്ങ ഡ്രൈ ആണല്ലോ, അപ്പം പുറത്തേക്ക് പോകുമെന്നുള്ള രീതിയിലാണ് ഞാൻ ഒന്ന് ഉരുട്ടിയെടുത്തത്. പക്ഷെ കിട്ടി, കറക്റ്റായിട്ട് കിട്ടി. ഞാൻ എപ്പോഴും അതുകൊണ്ട് പൊതുവേ വേറൊരു ഷേപ്പിലാണ്
കൊഴുക്കട്ട ഉണ്ടാക്കി എടുക്കാറ്. റൗണ്ട് ഷേപ്പ് വളരെ കുറവാണ്. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് ഉരുട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന തേങ്ങയ്ക്ക് ഒരു 5-6 കൊഴുക്കട്ട, ഞാൻ അത്രയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. 5-6 കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാവും. ഞാൻ ആകെ എടുത്തേക്കുന്ന ഒരു അരമുറി തേങ്ങയാണ്. അരമുറിയും എടുത്തിട്ടില്ല, അരമുറിക്കും താഴെയാണ് എടുത്തേക്കുന്നത്. ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങയ്ക്ക് താഴെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 5-6 വരുമെന്നായിരുന്നു എൻ്റെ കണക്കൂട്ടിൽ. കറക്റ്റായിട്ട് 6 വന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ചെറുതാണ്, ബാക്കി അത്യാവശ്യം സൈസിലുള്ളതൊക്കെയാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ വെള്ളം ചൂടായി വരുന്ന സമയത്ത് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് മാക്സിമം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക വെന്തോ ഇല്ലയോ എന്നുള്ളത്. അപ്പം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി അടച്ചു വെക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അകം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതുപോലുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ഈ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഈ ചമ്മന്തി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ട് കേർഡ് റൈസ് അല്ലെങ്കിൽ നമ്മുടെ തൈര് സാദത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കങ്ങനെ പൊതുവേ വലിയ ഇഷ്ടമൊന്നുമുള്ള ഐറ്റം അല്ല. എന്നാൽ ഇവിടെ ജിജുവേട്ടനാവട്ടെ മോക്കാവട്ടെ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടാക്കി കൊടുത്താലും കഴിക്കുന്ന ഒരു ഐറ്റമാണ്. എനിക്ക് പക്ഷേ അത്രയ്ക്കൊന്നുമല്ല, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കഴിക്കും, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ഗ്ലാസ് അരി ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത്, ഒരു ഗ്ലാസ് അരിക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 3 ഗ്ലാസ് വെള്ളമാണ്. അല്ല, 3 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അതിൽ 2 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് പാലാണ് ചേർത്തേക്കുന്നത്. സാധാരണ പശുവും പാലില്ലേ, അതാണ് ചേർത്തേക്കുന്നത്. റൈസ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാല് ചേർക്കുന്നത്. ഈ സ്റ്റേജിൽ ചേർത്തില്ലെങ്കിലും ഇത് തിളപ്പിച്ചിട്ട് ആറ്റിയതിന് ശേഷം ലാസ്റ്റിൽ തൈരൊക്കെ ചേർക്കുന്ന സമയത്ത് പാല് ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ ഞാനിവിടെ പാല് ചേർത്തിട്ടാണ് ചോറൊന്ന് വേവിച്ചെടുത്തേക്കുന്നത്. ഇപ്പം ഒരു 5-6 വിസിലൊക്കെ ഒന്ന് അടുപ്പിച്ചെടുക്കാം. അത് കഴിയുമ്പോഴത്തേക്കും അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കുഴഞ്ഞു പോയിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കണം. ഉടയ്ക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഉടച്ചാൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞു കിട്ടിക്കോളും. തൈര് സാദത്തിൻ്റെ ഒരു ഇതറിയാലോ നിങ്ങൾക്ക്, നല്ല ഉടഞ്ഞിട്ടുണ്ടാവണം. ആ ഒരു പരുവത്തിൽ വേണം ചോറൊന്ന് ഉടച്ചെടുക്കാൻ. അത് കഴിഞ്ഞ് കുറച്ച് ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം മോക്ക് കൊടുത്തു വിടാനാണ്. മോക്ക് ഇങ്ങനെ കടുക് പൊട്ടിക്കുന്നൊന്നും ഇഷ്ടമല്ല, ഇഞ്ചിയൊന്നും ഇടുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അവക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് താളിച്ചൊഴിക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന പച്ചമുളകും ഇഞ്ചിയും ചോറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചു, എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകും പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, വറ്റൽമുളക്, കാഷ്യൂനട്ട്, അതേപോലെ കുറച്ച് ഉണക്കമുന്തിരി ഇത്രയും ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ ഉണക്കമുന്തിരിയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ, കടലയുടെയൊക്കെ ഒരു കളർ മാറി വരുന്ന സമയത്ത് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മുടെ റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു സ്പെഷ്യൽ താളിക്കലാണ് കേട്ടോ. സാധാരണ ഇത്രയൊന്നും ചെയ്യാറില്ലേ. കുറച്ച് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പൊക്കെ ചേർക്കാറുണ്ട്. കാഷ്യൂനട്ടും മുന്തിരിയൊന്നും ഞാൻ എപ്പോഴൊന്നും ചേർക്കാറില്ല. ചില സമയത്ത് സമയം ഉണ്ടെങ്കിൽ മാത്രം അതെല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചേക്കുന്ന തൈര് ചേർത്ത് കൊടുത്തു. തൈരിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കണക്കും ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം. ഈ മിക്സ് ചെയ്ത് കഴിയുമ്പം റൈസ് ഒന്ന് ഇച്ചിരി ലൂസായിട്ടിരിക്കണം, കാരണം ഉച്ചക്കത്തേക്കാണല്ലോ ഇത് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരിക്കും തോറും കട്ടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് കൊടുത്തു വിടുക, കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റിലായിട്ട് ഗ്രേറ്റഡ് ക്യാരറ്റും അതേപോലെ പൊമഗ്രനറ്റും കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയും ഇത്രയും ചേർത്ത് കൊടുത്ത് എല്ലാം നല്ല മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പ്രസാദം പോലെ കിട്ടുന്ന തൈര് സാദം ഇല്ലേ, ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇവിടത്തേക്ക് അമ്പലത്തിൽ കേർഡ് റൈസ് ഒക്കെ പ്രസാദമായിട്ട് കിട്ടും. ശരിക്കും അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അൺസോൾട്ടഡ് ബട്ടറും കൂടി, ഒരു ചെറിയ പീസ് അൺസോൾട്ടഡ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റ്, നല്ല ക്രീമി ആയിട്ടുണ്ടാവും. വേണമെങ്കിൽ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. പക്ഷെ അത്രയൊന്നും നമ്മൾ വീട്ടിൽ ചെയ്യാറില്ലല്ലോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കേർഡ് റൈസ് ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തായിട്ട് കേർഡ് റൈസിൻ്റെ കൂടെ ഞാൻ സൈഡ് ഡിഷായിട്ട് കൊടുത്തു വിട്ടേക്കുന്ന പച്ചക്കായ ഫ്രൈ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഒന്ന് കാണിച്ചു തരാം. പച്ചക്കായ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലി ചെറുതായിട്ടൊന്ന് കളഞ്ഞിട്ട് ഈ ഒരു ഷേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കനത്തിലല്ല, എന്നാൽ തീരെ അങ്ങ് കനം കുറഞ്ഞിട്ടും അല്ല. ഇനി നല്ലതുപോലെ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചക്കായ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വീണ്ടും തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ബബിള് വന്നു തുടങ്ങട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഈ വാഴയ്ക്കൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നോളും. അതാകുമ്പോൾ നമുക്ക് വറക്കാനായിട്ട് എളുപ്പമാവും. അതല്ലെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും കേട്ടോ വെന്ത് വരാൻ. അത് നമ്മൾ സാധാരണ വെള്ളത്തിൽ ചേർക്കാതെ നേരിട്ട് ഫ്രൈ ചെയ്യുവാണെങ്കിൽ കുറേ അധികം സമയം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കുക, വാഴയ്ക്കെല്ലാം മാറ്റി വെക്കുക. എന്നിട്ട് ഈ ഒരു ഒട്ടും വെള്ളം ഇല്ലാത്ത പച്ചക്കായയിലേക്ക്
കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയേ ചേർക്കുന്നുള്ളൂ. ബേസിക് മസാലാസ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കോട്ടാക്കി ഇട്ടിക്കോട്ടെ. വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, അരിപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ കേർഡ് റൈസിൻ്റെ കൂടെ നല്ല അടിപൊളി കോംബോ ആയിരിക്കും കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ ട്രൈ ചെയ്ത് നോക്കാം, നല്ല കോംബോ ആയിരിക്കും. അപ്പോൾ ഞാനൊന്ന് എല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം, പക്ഷെ ഞാൻ കടുകൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് വെളുത്തുള്ളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ കരിവേപ്പില ഒക്കെ ചേർത്ത് കൊടുക്കാം. എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കരിവേപ്പിലയൊക്കെ എടുക്കാനൊക്കെ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഞാൻ കരിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഓപ്ഷനിലാണ്. അത് കഴിഞ്ഞിട്ട് പച്ചക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിക്കോളും. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കേർഡ് റൈസിൻ്റെ കൂടെ നല്ല എന്ത് റൈസിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ എല്ലാ റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.